മമ്മൂട്ടി എന്ന അതികായൻ ഇന്ത്യൻ സിനിമയുടെ ഈ നടനെ തോൽപ്പിക്കാൻ ഇന്ത്യൻ സിനിമയിൽ നിന്ന് ലോക സിനിമയിൽ ഒരു വ്യക്തിയും കഴിയില്ല. എന്നെ അധികം പൂഴ്ത്തി വഷളാക്കരുത്. അവനെ കുറിച്ച് കൂടുതൽ അറിയണം. വെറുതെ ഒരുത്തൻ ഒരു ദിവസം അങ്ങനെ പൊട്ടിമുളയ്ക്കത്തില്ല. ഇന്ത്യൻ സിനിമ അല്ലെ ഒരു വേൾഡ് സിനിമയിൽ എടുത്തു പറയത്തക്ക 10 സിനിമകൾ എടുത്തു കഴിഞ്ഞാൽ ഇനി അതിലൊന്ന് പ്രമേയമായിരിക്കും. അങ്ങനെയുണ്ടോ? എന്റെ മനക്കിലേക്ക് സ്വാഗതം. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിലിമാന്ന് ഫീൽ ചെയ്യുന്നേ ഇല്ല. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫീൽ ഒന്നും നമുക്ക് തോന്നത്തില്ല. ബ്ലാക്ക് ആൻഡ് വൈറ്റിന്റെ ഭംഗി എന്താ നമ്മൾ കാണുവാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് വന്നതുകൊണ്ടാണ് എത്ര മേച്ചിരിക്കുന്നത്. അതാണ് എന്റെ ബുദ്ധി. ഞെട്ടിച്ച് തകർത്തു തരിപ്പണമാക്കി. ഡോൺ ബ്രീത്ത് എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട്, അതിനെയൊക്കെ കടത്തി വിട്ടു. ഇത് കുറച്ച് നമ്മുടെ ഡോൺ ബ്രീത്ത് കണക്കൊക്കെ ഒരു സംഭവമാണ്. അത് കേട്ടാ മതി. സിനിമ നമ്മളെ പ്രതീക്ഷിച്ചാൽ അപ്പുറത്തേക്കാണ്. മമ്മൂട്ടിയുടെ സൂപ്പർ പെർഫോമൻസ്, ഒന്നും തന്നെ പറയില്ല. ഇപ്പൊ ഇവിടെ കൊടുത്ത 155 രൂപ എനിക്ക് മുതലായി. അത് 100% ഗ്യാരണ്ടി. വിധേയനിലൊക്കെ കണ്ട മമ്മൂട്ടിയൊക്കെ മാറിയിരിക്കും. അടിപൊളി കിട്ടില്ല പെർഫോമൻസ്. നല്ല കിടിലൻ തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. മസ്റ്റ് തിയേറ്റർ വാച്ച് ആണ് പടം. പോകാം. പുതിയ ആളെന്ന് തോന്നുന്നു. അഗ്രപാളിയിലെ വിസ്മയം എന്ന് പറയാം മെഗാസ്റ്റാർ മമ്മൂക്ക. സാറേ മുഴുവൻ കഴിഞ്ഞിട്ടില്ല എന്റെ സംഭാഷണം. അത്രേ മതി.